ഹായ്, നമ്മളിന്ന് ഫോർ വീലറിൻ്റെ വർക്കിലാണ്. അപ്പോൾ കിഡ്സിൻ്റെ ഫോർ വീലറാണെന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10-14,000 രൂപക്ക് പിള്ളേർക്ക് ടോയ്സ് വാങ്ങിക്കൊടുത്തിട്ട് അതെപ്പോഴും കംപ്ലൈൻറ്റ് വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇത് മെയിൻ വേറെ ഒന്നല്ല, ക്വാളിറ്റി ഇല്ലാത്ത വയറുകളും അതുപോലെ തന്നെ ബാറ്ററീസുകൾ ചിലപ്പോൾ കാലാവധി കഴിഞ്ഞിട്ടിരിക്കുന്ന ബാറ്ററീസുകളായിരിക്കും ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററി എന്നൊക്കെ വെച്ച് ചില എങ്ങനെ വന്നാൽ 2 വർഷമൊക്കെ നിൽക്കുള്ളൂ. അത് 2 വർഷം 1 വർഷം തന്നെ നിൽക്കുള്ളൂ. അതിൽ കൂടുതൽ നിൽക്കുന്നില്ല. നമ്മൾ എമർജൻസിയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇതിൽ മെയിനായിട്ടെന്ന് വെച്ചാൽ നമ്മൾ ബാറ്ററി പ്ലസ് 2 ബാറ്ററി സെയിം പുതിയ ബാറ്ററി കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അഡാപ്റ്റർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ചാർജിങ് കണക്ഷനൊക്കെ നോക്കിയപ്പോൾ മൾട്ടിമീറ്റർ വെച്ച് നമ്മൾ എന്താണ് വോൾട്ടേജും അതുപോലെ തന്നെ ചാർജിങ് കണക്ഷനും അതൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചാർജിങ് അഡാപ്റ്റർ അപ്പോൾ നമ്മളൊരു 3 ആംപിയർ വരുന്ന 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ 6 വാട്ട്സ് ഉണ്ട്. അപ്പോൾ നല്ല അഡാപ്റ്റർ മേടിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബാറ്ററി ലോഡ് താങ്ങാതെ തന്നെ ചാർജും പെട്ടെന്ന് കയറണം. മെയിൻ കംപ്ലയിൻറ്റ്സ് വരുന്നത് എപ്പോഴും ഇതിൻ്റെ വയറിങ് കംപ്ലൈൻറ്റുകളാണ്. പിന്നെ ബാറ്ററി വീക്കാവും. ബാറ്ററി എങ്ങനെ വന്നാൽ ഇപ്പോൾ ഒരു 6 മന്ത് വാറൻറ്റി ഉള്ള ബാറ്ററിക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലും ക്വാളിറ്റിയുള്ള ബാറ്ററികൾ കിട്ടും കേട്ടോ. ഇപ്പോൾ ഈ ബാറ്ററിക്ക് വരെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിഥിയം ബാറ്ററികൾ മേടിക്കുക. ഇത് ലെഡ് ആസിഡ് ബാറ്ററിക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാം, ഇതിൽ നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. അപ്പോൾ ഇതിൽ ലിഥിയം ബാറ്ററികളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ നാൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 12 വോൾട്ടിൻ്റെ ബാറ്ററി മേടിച്ചിട്ട് ഇതിന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതിൽ 2 സ്വിച്ചസുകൾ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു, പവർ സ്വിച്ച് കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഇതിൻ്റെ വർക്കിംഗ് ഇത് എന്തായാലും നമ്മൾ റണ്ണപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇതിപ്പോൾ എന്തായാലും ഫുൾ സെറ്റ് ചെയ്ത് നമുക്ക് ഫുൾ ചാർജൊക്കെ ചെയ്തിട്ട് വണ്ടി ഒന്ന് റെഡി ആക്കി ഒന്ന് ഓടിക്കണേ ഞാൻ കാണിച്ചു തരാം.